സ്നേഹപൂർവ്വം ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രിയങ്ക റൂമിലിരുന്ന് മാഗസിനൊക്കെ നോക്കി കിടക്കുമായിരിക്കും. പെട്ടെന്ന് ആ മാഗസിനിലെ ഓരോ മോഡലിൻ്റെയും ആക്ട്രസിൻ്റെ ഫോട്ടോയൊക്കെ കാണുമ്പോൾ പ്രിയങ്ക തൻ്റെ ഫോട്ടോയും അതുപോലെ മാഗസീനിൽ വരുന്നത് സ്വപ്നം കാണുവാണ് കേട്ടോ. വീണ്ടും പ്രിയങ്കേൻ്റെ ഉള്ളിലേക്ക് സിനിമ എന്നുള്ളൊരു മോഹം വരുവാണ്. അങ്ങനെ തൻ്റെ ഫോട്ടോയും മാഗസിനിലൊക്കെ വരുന്നത് സ്വപ്നം കണ്ട് പ്രിയങ്ക പെട്ടെന്ന് പറയുക, ഞാൻ എന്തൊക്കെയാണ് ഇവിടെ ചെയ്ത് കൂട്ടുന്നത്? ഇവിടുത്തെ ഈ കുടുംബത്തിലെ ഭാര്യ പദവിയും മരുമകൾ പദവിയിലും ഒതുങ്ങി നിൽക്കേണ്ടതാണോ എൻ്റെ ജീവിതം? ഇങ്ങനെ ജീവിച്ചിട്ട് എന്ത് കാര്യമുള്ളത്? ഞാനിവിടെ ജീവിക്കുന്നു എന്നുള്ള വിവരം ആൾക്കാരെങ്ങനെ അറിയുന്നത്? എനിക്ക് തിരികെ എൻ്റെ സിനിമാ ലോകത്തേക്ക് പോകണം. എന്താ ഇപ്പോൾ ചെയ്യുക? സാമുവലിനെ വിളിക്കാം. അങ്ങനെ പറഞ്ഞ് ഫോൺ എടുത്തിട്ട് അതിലെ പ്രൊഡക്ഷൻ കൺട്രോൾ സാമുവലിൻ്റെ നമ്പർ ഡയൽ ചെയ്യുവാണ് പ്രിയങ്ക. ഹലോ സാമുവൽ, ഇത് ഞാനാ പ്രിയങ്ക. കുറച്ച് നാളായിട്ട് സിനിമയിൽ നിന്നും മറ്റു കാര്യങ്ങളിൽ നിന്നും ഞാൻ വിട്ടുമാറി നിൽക്കുമായിരുന്നല്ലോ. എനിക്കിപ്പോൾ വീണ്ടും സിനിമയിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് എനിക്ക് പറ്റുന്ന എന്തെങ്കിലും വേഷമുണ്ടോ സാമുവലിൻ്റെ കയ്യിൽ? മലയാളം തന്നെ വേണമെന്നില്ല, തമിഴോ തെലുങ്കോ ഏതാണെങ്കിലും ഒരു കുഴപ്പമില്ല. അല്ല പ്രിയങ്കയെ പെട്ടെന്ന് ഇപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ, മാത്രമല്ല ഞാൻ കരുതി താൻ ഈ ഫീൽഡ് തന്നെ ഉപേക്ഷിച്ചു എന്ന്. അങ്ങനെയൊന്നുമില്ല, വീട്ടിലെ ചില സാഹചര്യങ്ങളൊക്കെ കൊണ്ട് ഞാൻ കുറച്ച് നാൾ വിട്ടുമാറി നിന്നേ ഉള്ളൂ. എൻ്റെ മനസ്സിലിപ്പോഴും പഴയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. നിനക്കറിയാലോ, എനിക്കിപ്പോൾ ആവശ്യത്തിന് സമ്പത്തുണ്ട്. എന്നിനി എങ്ങനെയെങ്കിലും ഒരു നല്ല സിനിമയിൽ ഒരു വേഷം എനിക്കിനി കണ്ടെത്തി തന്നെ. അതിനുവേണ്ടി എത്ര പൈസ ചിലവാക്കാനും ഞാൻ തയ്യാറാണ്. നീ എൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നിനക്കും ഉണ്ടാവും നേട്ടം. അന്നേരം സാമൂല് പറയണേ, എന്താണെങ്കിലും ഞാൻ ശ്രമിക്കാം പ്രിയങ്ക. ഇപ്പോൾ 2-3 പുതിയ പ്രൊജക്റ്റുകൾ തുടങ്ങുന്നുണ്ട്. ഞാൻ എന്താണെങ്കിലും ഒന്ന് സംസാരിച്ച് നോക്കട്ടെ. അല്ലെങ്കിലും ഞാൻ പണ്ടേ പറഞ്ഞതല്ലേ, പ്രിയങ്കയ്ക്ക് സിനിമ ഫീൽഡിൽ നല്ലൊരു ഫ്യൂച്ചറുണ്ട്. എന്നാൽ ശരി, ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് പ്രിയങ്കനെ തിരികെ വിളിക്കാം. അങ്ങനെ പറഞ്ഞാൽ കോള് കട്ടാക്കുവാണ് കേട്ടോ. അങ്ങനെ പ്രിയങ്ക ഒത്തിരി സന്തോഷത്തിൽ നിൽക്കുവാണ്. എന്നിട്ട് വീണ്ടും ആ മാഗസിനൊക്കെ എടുത്ത് നോക്കുക. എന്നിട്ട് പറയണേ, ഇന്നിപ്പോൾ ഞാനിതുപോലെ ഈ മാഗസിൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് പോലെ എൻ്റെ ഫോട്ടോയും കാണാൻ കുറേ ആൾക്കാരുണ്ടാകും. ഞാനും വലിയൊരു സിനിമാ നടിയാകും. എൻ്റെ ആഗ്രഹങ്ങളെല്ലാം പൂവിടാൻ പോകുവാണ് എന്ന് പറഞ്ഞ് പ്രിയങ്ക ഒത്തിരി സന്തോഷത്തിലിരിക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് രാത്രി എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ടിരിക്കുന്നതാണ് കേട്ടോ. ഈ സമയം രാധികയും പത്നിയും കൂടി ചേർന്ന് ഭക്ഷണമെല്ലാം ഡൈനിങ് ടേബിൾ എടുത്ത് നോക്കുവാണ്. അങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് പരമേശ്വരനും സൂര്യയും കൽപ്പനയും ഉർവശിയൊക്കെ എത്തുവാണ്. അന്നേരം പരമേശ്വരൻ ചോദിക്കണേ, അല്ല വരണെവിടെ? അവൻ എത്തിയില്ലല്ലോ. പ്രിയങ്ക മോളെയും കാണാനില്ലല്ലോ. അല്ല, അവർ രണ്ടുപേരും കൂടി റൂമിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണോ? അന്നേരം അത് കേൾക്കുന്ന കൽപ്പന പറയണേ, അങ്ങനെയൊന്നും സംഭവിക്കില്ല. അത് കേട്ട പരമേശ്വരൻ നോക്കുവാണ്. ആ സമയം കൽപ്പന പറയണേ, അല്ല ഞാൻ ചുമ്മാ പറഞ്ഞെന്നേ ഉള്ളൂ. ഈ സമയം പത്മിനി പറയണേ, ഞാൻ ചെന്ന് വരനെ വിളിച്ചുകൊണ്ട് വരാം. അങ്ങനെ പറഞ്ഞ പത്മിനി അങ്ങോട്ടേക്ക് പോകുവാണ് കേട്ടോ. പിന്നാലെ രാധികയും അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ സമയം വരനാണെങ്കിൽ റൂമിൽ കിടക്കുമായിരിക്കും. പത്മിനി വന്ന് വരൻ്റെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുക. വരൻ വന്നേ, ഭക്ഷണം കഴിക്കാം, അച്ഛൻ നിന്നെ അവിടെ അന്വേഷിക്കുക. അന്നേരം വരൻ പറയണേ, എനിക്ക് വിശപ്പില്ല, നല്ല തലവേദന. മരുൺ, നിന്നോടല്ലേ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞത്? എനിക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഈ സമയം പുറത്തു നിന്ന് രാധികയും ഇതെല്ലാം കേൾക്കുന്നുണ്ടാവും. എന്തിനാ വരൻ ഇങ്ങനെ വാശി പിടിക്കുന്നത്? നീ എന്തിനാ ബാക്കിയുള്ളവരെ കൂടി വിഷമിപ്പിക്കുന്നത്? എന്തിനാ ബാക്കിയുള്ളവർ എൻ്റെ കാര്യം ഓർത്ത് വിഷമിക്കുന്നത്? എനിക്ക് ഭക്ഷണം കഴിക്കണമെന്ന് തോന്നി ഞാൻ കഴിച്ചോളാം, അമ്മ ചെല്ലും. അങ്ങനെ പത്മിനി അവിടെ നിന്നും പോകുവാണ് കേട്ടോ. അങ്ങനെ പത്മിനി തിരിച്ച് പരമേശ്വരൻ്റെ അരികിലേക്ക് എത്തുക. എന്നിട്ട് പറയണേ, അവന് നല്ല തലവേദനയെന്ന്, അത് കാരണം ഭക്ഷണം കഴിക്കാൻ വരുന്നില്ലെന്നാണ് പറയുന്നത്. അന്നേരം പരമേശ്വരൻ പറഞ്ഞേ, ഇത് ഇങ്ങനെ തുടർന്നാൽ ശരിയാവില്ല കേട്ടോ. ഈ വീട്ടിൽ എല്ലാവരും ഒന്നിച്ചിരിക്കുന്ന ഒരു സമയവും ഭക്ഷണം കഴിക്കുന്ന നേരം, അന്നേരവും അവനിങ്ങനെ പിന്മാറുന്ന നിൽക്കുന്നത് അത്ര ശരിയായ കാര്യമൊന്നുമല്ല. ഈ സമയം പ്രിയങ്ക അങ്ങോട്ടേക്ക് വരുവാണ്. പ്രിയങ്ക അങ്ങനെ നല്ല വിശപ്പോടെ വന്ന് ഭക്ഷണമൊക്കെ എടുത്ത് പ്ലേറ്റിലാക്കിയിട്ട് കഴിക്കാൻ തുടങ്ങുവാണ് കേട്ടോ. അത് കാണുന്നതും കൽപ്പന പറയണേ, അത് ശരി, വരുണിയുടെ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന കാര്യമൊന്നും നീ അറിഞ്ഞില്ലേ പ്രിയങ്കേ? വരുൺ ഭക്ഷണം കഴിച്ചില്ലേ? എന്തു പറ്റി? ആർക്കറിയാം, അമ്മ ചെന്ന് വിളിച്ചിട്ടും അവൻ വന്നില്ല. ഈ സമയം ഉർവശി പറയണേ, ഭർത്താവ് ഭക്ഷണം കഴിച്ചില്ലെന്ന് അറിഞ്ഞിട്ടും നിനക്കൊരു കുലുക്കമില്ലല്ലോ. അന്നേരം പ്രിയങ്ക പറയണേ, വരണിന് ഭക്ഷണം വേണ്ടാത്തതിന് ഞാനെന്ത് ചെയ്യാനാ ചെറിയമ്മേ? എനിക്ക് നല്ല വിശപ്പുണ്ട്. ഇന്നത്തെ ഭക്ഷണത്തിനാണെങ്കിൽ നല്ല രുചിയുമുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ആസ്വദിച്ച് കഴിക്കണം, അതിനു വേണ്ടിയല്ലേ നമ്മൾ ജീവിക്കുന്നത്. അന്നേരം പരമേശ്വരൻ പറയണേ, എന്തൊക്കെ പറഞ്ഞാലും പ്രിയങ്ക മോൾ പറഞ്ഞതിലൊരു കാര്യമുണ്ട്. ഭക്ഷണം കഴിക്കുകയും സമാധാനത്തിൽ ഉറങ്ങുകയും വേണം. പിന്നീട് കാണിക്കുന്നത് റൂമിലിരിക്കുന്ന വരനെയാണ് കേട്ടോ. ഈ സമയം രാധികയാണെങ്കിൽ വാതിൽക്ക് തന്നെ വന്ന് നിൽക്കുവാണ്. അങ്ങനെ പെട്ടെന്ന് വരൻ തിരിയുമ്പോൾ അവിടെ നിൽക്കുന്ന രാധികയെ കാണുക. വരൻ എണീറ്റ് രാധികയുടെ അരികിലേക്ക് ചെല്ലുക. എന്താ താനെന്തിനും ഇവിടെ വന്നിരിക്കുന്നത്? അന്നേരം രാധിക പറയണേ, അമ്മ വന്ന് ഭക്ഷണം കഴിക്കാൻ വിളിച്ചതല്ലേ, പിന്നെന്താ പോവാഞ്ഞത്? ഈ നിരാഹാര വ്രതത്തിലിരിക്കുന്നവർ എന്ത് ഭക്ഷണം കഴിക്കുക? താൻ പൂജാരിയുടെ മോളല്ലേ, താൻ തന്നെ പറ. എന്തിനാ വെറുതെ ഇങ്ങനെ വാശി പിടിക്കുന്നത് വരുൺ? എന്നെ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത് എന്ന് രാധിക ചോദിക്കുവാണ്ടോ. ഈ സമയം മുത്തശ്ശിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ ഇവിടെ? അന്നേരം രാധിക പറയണേ, കണ്ടില്ലേ മുത്തശ്ശി, വരൻ ഭക്ഷണം കഴിക്കാതെ നിരാഹാര വ്രതം ഇരിക്കുക. എന്താ നീ ഭക്ഷണം കഴിക്കാത്തത്?
മുത്തശ്ശി എനിക്ക് വിശപ്പില്ല. ചുമ്മാതാ മുത്തശ്ശി, എന്നോടുള്ള വാശി തീർക്കാൻ വേണ്ടിയിട്ടാണ് വരൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. മര്യാദക്ക് വന്ന് ഭക്ഷണം കഴിക്കുക. ഇല്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ ഭക്ഷണം കഴിക്കണമെന്നാണെങ്കിൽ താൻ എന്നെ ഇഷ്ടമാണെന്ന് പറയണം. ഇല്ല, ഞാൻ അങ്ങനെ പറയില്ല. മുത്തശ്ശി, വരനോട് വന്ന് ഭക്ഷണം കഴിക്കാൻ പറ. എടാ വരണേ, നീ എന്തൊക്കെയാണ് കാണിക്കുന്നത്? വന്നേ, വന്ന് ഭക്ഷണം കഴിക്ക്. നീ ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ ഞാനും കഴിക്കണ്ട. ഞാൻ കഴിക്കുന്നില്ലെന്ന് പറഞ്ഞ് മുത്തശ്ശി എന്തിനാണ് കഴിക്കാതിരിക്കുന്നത്? മുത്തശ്ശിക്ക് മരുന്ന് കഴിക്കാനൊക്കെ ഉള്ളതാ. മുത്തശ്ശി ചെല്ല്. ഇല്ല, നീ കഴിക്കുന്നില്ലല്ലോ, അപ്പം ഞാനും കഴിക്കുന്നില്ല. അതേക്കുന്നതും രാധികങ്ങ് ദേഷ്യം വരുക. നിങ്ങൾ രണ്ടുപേരും കൂടി എന്തായി ചെയ്യുന്നത്? എന്തിനാ എന്നെ ഇങ്ങനെ ധർമ്മസങ്കടത്തിലാക്കുന്നത്? എല്ലാവരും കൂടി എന്നെ തോപ്പിക്കാൻ ശ്രമിക്കുവാണല്ലേ? എവിടെ ചെന്നാലും എല്ലാവരും എനിക്ക് നേരെ കൽപ്പിച്ചുകൊണ്ടിരിക്കും. ഞാനെന്താ അതെല്ലാം അനുസരിക്കണോ? എൻ്റെ മാനസികാവസ്ഥ എന്താ ആരും മനസ്സിലാക്കാത്തത്? ഞാൻ അനുഭവിക്കുന്ന വിഷമങ്ങളെക്കുറിച്ച് ആരും എന്താ തിരിച്ചറിയാത്തത്? കഷ്ടമുണ്ട്. അങ്ങനെ പറഞ്ഞ് രാധിക സങ്കടത്തോടെ അവിടെ നിന്നും പോകുവാണ്ടോ. ഈ സമയം മുത്തശ്ശി പറയണേ, എടാ നീ നിരാഹാരവ്രതം എന്നൊക്കെ പറഞ്ഞത് ചുമ്മാ അവളെ പറ്റിക്കാനല്ലേ? അല്ല മുത്തശ്ശി, ഞാൻ ഇത് ശരിക്കും എടുത്ത തീരുമാനമാണ്. രാധിക എന്നോട് മനസ്സ് തുറക്കണം, അവൾ എന്നിഷ്ടമാണെന്ന് പറയണം. അല്ലാതെ ഞാൻ ഒരു തുള്ളി ഭക്ഷണം പോലും കഴിക്കില്ല. ഈ നേരത്തേക്ക് മാത്രമല്ല, രാധിക എന്നോട് മനസ്സ് തുറക്കുന്നവരെ എൻ്റെ തീരുമാനം ഇത് തന്നെയായിരിക്കും. അല്ല, അതിന് മുത്തശ്ശി എന്തിനാ എൻ്റെ കൂടെ നിരാഹാരവ്രതം ഇരിക്കുന്നത്? പിന്നെ നീ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് കഴിക്കുന്നത്? പിന്നീട് കാണിക്കുന്നത് ഉറക്കമില്ലാതെ റൂമിലിരിക്കുന്ന വരുണ്ണയാണ് കേട്ടോ. മുത്തശ്ശിയും ഉറങ്ങിയിട്ടില്ല. രാധിക വരുണ്ട റൂമിൻ്റെ ഫ്രണ്ടിൽ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുവാണ്. ഈ സമയം പരമേശ്വരനും പത്മിനിയും കൂടി റൂമിൽ കിടക്കുമായിരിക്കും. പത്മിനിക്ക് ഉറക്കമില്ല കേട്ടോ വരുണിൻ്റെ കാര്യം എടുത്തിട്ട്. പത്മിനി അങ്ങനെ എണീറ്റിരിക്കുക. അന്നേരം പരമേശ്വരൻ ചോദിക്കണേ, എന്ത് പറ്റിയടോ? ഒന്നുമില്ല, എന്തോ ഒരു അസ്വസ്ഥത പോലെ. ഞാൻ പോയി കുറച്ച് ജീരക വെള്ളം കുടിച്ചിട്ട് വരാം. ഞാൻ വന്നോ? വേണ്ടെന്നേ, നിങ്ങൾ കിടന്നോ, ഞാനിപ്പോൾ തന്നെ വരാം. അങ്ങനെ പറഞ്ഞാൽ പത്മിനി നേരെ വരുണിൻ്റെ റൂമിലേക്ക് ചെല്ലുവാണ്. വരുണ ഈ സമയം കട്ടിലിൽ കിടക്കുമായിരിക്കും കേട്ടോ. വരുണിനോട് ഭക്ഷണം കഴിക്കാൻ വീണ്ടും പറയുവാണ് പത്മിനി. അന്നേരം വരുൺ പറയണേ, അമ്മ ഇങ്ങനെ ഇടക്കിടക്ക് വന്ന് ഇങ്ങനെ പറയേണ്ട കാര്യമില്ല. എനിക്ക് വിശന്നാൽ ഞാൻ കഴിച്ചോളാം. എനിക്കിപ്പോൾ ഒരു ഭക്ഷണവും വേണ്ട. അമ്മ ഇനി എന്തൊക്കെ തന്നെ പറഞ്ഞാലും എൻ്റെ തീരുമാനത്തിൽ മാറ്റമില്ല. ഇപ്പോൾ എല്ലാവരും ഉറങ്ങുന്ന സമയവും വെറുതെ ഓരോരുത്തരായിട്ട് ഇങ്ങോട്ടേക്ക് വിടാമെന്ന് അമ്മ വിചാരിക്കണ്ട. അമ്മ ചെല്ലും. അങ്ങനെ പറഞ്ഞാൽ പത്മിനി അവിടെ നിന്നും പറഞ്ഞു വിടുവാണ്. പിന്നീട് കാണിക്കുന്നത് വരുൺ മുത്തശ്ശിയുടെ റൂമിൽ വന്നിരിക്കുന്നതാണ്. എന്നിട്ട് മുത്തശ്ശിയോട് പറയണേ, മുത്തശ്ശി എന്തിനിങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത്? മുത്തശ്ശി എന്തിനാ എനിക്കിങ്ങനെ കൂട്ടിരിക്കുന്നത്? അന്നേരം മുത്തശ്ശി പറയണേ, ഞാനല്ല നിനക്ക് കൂട്ടിരിക്കുന്നത്, നീയാണ് എൻ്റെ റൂമിൽ വന്നിരിക്കുന്നത്. നീ ചെന്ന് നിൻ്റെ റൂമിൽ കിടന്നുറങ്ങും. ഈ സമയം പത്മിനിയാണെങ്കിൽ ഹോളിൽ തന്നെ ഉറങ്ങാതിരിക്കുവാണ് കേട്ടോ. അന്നേരം അതുവഴി പോകുന്ന രാധിക ആ കാഴ്ച കാണുവാണ്. പത്മിനിക്ക് നല്ല വിഷമമുണ്ടെന്ന് രാധികക്ക് മനസ്സിലാകുവാണ്. എന്താണെങ്കിലും വരുണിനെ കൊണ്ട് എങ്ങനെയെങ്കിലും ഈ വ്രതം അവസാനിപ്പിക്കണമെന്ന് രാധിക തീരുമാനിക്കുക. അങ്ങനെ രാധിക ഒരു പാത്രത്തിൽ ഭക്ഷണം എടുത്ത് മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെല്ലുവാണ് കേട്ടോ. അങ്ങനെ രാധിക ഭക്ഷണവുമായിട്ട് അവരുടെ അരികിൽ വന്നിട്ട് ഭക്ഷണം ടേബിളിൽ വെക്കുക. എന്നിട്ടത് വരുണിനോട് കഴിക്കാൻ പറയുവാണ് കേട്ടോ. അന്നേരം വരുൺ പറയണേ, ഇല്ല, താൻ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ല. വരുൺ, എല്ലാവരും കൂടി എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? വരുൺ ഇപ്പം തന്നെ ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ ഞാൻ ഈ നിമിഷം തന്നെ ആറ്റുവാരിശ്ശേരിയിലേക്ക് തിരിച്ചു പോകും. താൻ എന്താണെന്ന് വെച്ചാൽ ചെയ്. എന്താണെങ്കിലും എൻ്റെ തീരുമാനത്തിൽ മാറ്റമില്ല. വരുൺ, ദയവ് ചെയ്ത് ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എന്നോട് ഇത്തിരിയെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ഈ ഭക്ഷണം ഒന്ന് കഴിക്കും. മുത്തശ്ശി ഒന്ന് പറ. അന്നേരം മുത്തശ്ശിയും പറയുവാണ് കേട്ടോ. ആ സമയം വരുൺ പറഞ്ഞേ, ശരി, ഞാൻ ഈ ഭക്ഷണം കഴിക്കാം. പക്ഷേ ആദ്യം ഇതിൽ നിന്ന് ഒരു വാ താൻ കഴിക്കണം. അങ്ങനെ പറഞ്ഞ വരുൺ കുറച്ച് ഭക്ഷണം എടുത്ത് രാധികയ്ക്ക് നേരെ നീട്ടുവാണ് കേട്ടോ. അന്നേരം മുത്തശ്ശി പറയണേ, അങ്ങ് കഴിക്കുന്നേ, ഈ ഒരു കാര്യമല്ലേ വരുൺ പറയുന്നത്? അന്നേരം വരുൺ പറയണേ, അതെ, ഈ ഒരൊറ്റ കാര്യമെങ്കിലും താൻ ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ ഞാൻ കഴിക്കില്ല. പിന്നെ എന്തു തന്നെ പറഞ്ഞിട്ടും കാര്യമില്ല. അന്നേരം രാധിക പറഞ്ഞേ, ശരി, ഞാൻ കഴിച്ചോളാം. അങ്ങനെ രാധിക വിളിക്കുവാണ് കേട്ടോ. ഈ സമയം വരുൺ തന്നെ രാധികയുടെ വായിലേക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുവാണ്. എന്നിട്ട് വരുൺ മുത്തശ്ശിക്കും വാരി കൊടുക്കുവാണ് കേട്ടോ. ഈ സമയം മുത്തശ്ശിയർ എന്നൊക്കെ പറഞ്ഞ് വരുണിനെ കളിയാക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ കളിയാക്കലൊക്കെ കേട്ട് രാധിക നാണത്തോട് ചിരിച്ചുകൊണ്ട് വരുണിനെ തന്നെ നോക്കുവാണ് കേട്ടോ. അങ്ങനെ ഒത്തിരി സന്തോഷത്തോടെ നിൽക്കുവാണ് രാധിക. അപ്പോൾ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തിരിഞ്ഞത്. അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.